നിങ്ങളാണ് ആരെയും സെലക്ട്, ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും. എന്നെ തന്നെ സെലക്ട് ചെയ്യും. പറയും സാറാണ്. സാർ താങ്ക് യു. സാറിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശരി സാർ മൈക്കൊന്ന് പിടിച്ചാൽ മതി. ഇടന്നോളൂ സാർ, ഇടന്നോളൂ. സാർ ഒരു 2 ഡിജിറ്റ് നമ്പർ ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക, 2 ഡിജിറ്റ് നമ്പർ മനസ്സിൽ വിചാരിച്ചു ഒരിക്കലും എന്നോട് ഓഡിയൻസിനോടൊന്നും പറയാം. ജസ്റ്റ് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവും. ഓക്കെ, ഈ മൈക്ക് വിളിച്ച് സാറിൻ്റെ കണ്ണിലേക്ക് നോക്കി. ഞാൻ എഴുതാൻ പോവാണ്. സാറിൻ്റെ കണ്ണിലേക്ക് നോക്കോ. സാർ വിദ്യാർത്ഥി സംവിധാനത്തിൽ എഴുതിയിട്ടുള്ളത് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കും, ചെയ്യാൻ പറ്റും. പക്ഷെ പലരും പറ്റുകയില്ല. എന്തെങ്കിലും വിചാരിക്കും, അവർ വേറെ എന്തെങ്കിലും പറയും, അങ്ങനെ പറ്റിക്കാൻ ഞാനത് എഴുതിയിട്ടുണ്ട്. സാർ ആ നമ്പർ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും. 4 2 ഡിജിറ്റ് നമ്പറാണോ? അല്ല, സിംഗിൾ ഡിജിറ്റ് ആവണം. 2 ഡിജിറ്റ് ആയിരുന്നു. കുഴപ്പമില്ല സാറ് അങ്ങനെയാണ് ചിന്തിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായി. സാറേ ഇത് ചിന്തിക്കാൻ പ്രത്യേകിച്ച് കാരണമാണ്. ചിന്തിക്കാൻ പ്രത്യേകിച്ച് കാരണമാണ്. ഏപ്രിൽ എൻ്റെ ജന്മദിനാണ്. That is a mentalism. Yeah. Okay. Meaning, correct. Listen, വളരെ സംശയം. 2 ഡിജിറ്റ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സാറ് 1 ഡിജിറ്റ് വെച്ച് എത്തിയാണ്ട് എന്നെ പറ്റിക്കാൻ നോക്കിയതാ. എനിക്കറിയാലോ. സാർ താങ്ക് യു സാർ. ഇനി another person. Come on. കുട്ടികൾ മതിയോ? മാഡം വന്നോടെ. മാഡം ചെല്ലു. മാഡം എൻ്റെ ജിമ്മിലേക്കാണ്. ഏറ്റവും വൈകി ജിമ്മിന് വരുന്ന ഞങ്ങൾ ഒരു ടീമുണ്ട്. അതിൽ പെട്ട ഞാൻ രാവിലെ എണീക്കാൻ മടിയാണ്. ഞങ്ങൾക്ക് 7, 8 മണിക്ക് ജിമ്മിന് വരുന്ന ആൾക്കാരാണ്. മസിലൊക്കെ കണ്ടോ ഞങ്ങളുടെ? കാണിച്ചെടുത്തേ. ഇത് എത്രയും പോരാ. ഓക്കെ, മേഡം വളരെ യാദൃശികമായിട്ടാണ് ഇവിടെ വന്നത്. എന്നെ കണ്ടത്. ഞാനിവിടെ വരുമെന്ന് അറിയാമായിരുന്നു. എങ്കിൽ ഞാൻ ഇരിക്കും എന്ന് தெரியாമായിരുന്നു. தெரியாது. ഓക്കെ, എങ്കിൽ സാർ എന്നെ കൂപ്പിട്ടാച്ച്. മലയാളം അറിയാലോ അല്ലേ? സോറി കേട്ടോ, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന ആളാണ്. മേഡത്തിനോട് ഞാൻ കുറച്ച് തമിഴൊക്കെ പറഞ്ഞ് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഓക്കെ മേഡം, ഞാനൊരു ഒരു എൻവലപ്പ് മേഡത്തിനെ ഏൽപ്പിക്കാം. മേഡത്തിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെടുത്ത് ഒരിക്കലും തുറന്നു നോക്കരുത്. മേഡത്തിന് ബിലീവ് ചെയ്യാൻ പറ്റുന്ന ഒരാളെടുത്ത് അത് അടിച്ചിട്ട് വരുമോ? കൊടുത്തിട്ട് വരുമോ? ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്. കൊടുക്കുന്ന സമയം നോട്ട് ചെയ്ത് വെച്ചോളൂ. മെന്റലിസമാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭാവികാലത്തേക്കും ഭൂതകാലത്തേക്കുമൊക്കെ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ഞാനല്ല, ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അത് പിന്നീട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് തെളിവുകൾ പറയുന്നത്. ഞാനൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്.
ദി പെൻകിൻ കംപ്ലീറ്റ്. ഷെർലോക്ക് ഹോംസിൻ്റെ ഒരു പുസ്തകമാണ്. മെൻ്റലിസ്റ്റുകൾ റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് പെൻകിൻ കംപ്ലീറ്റ്. സോ ഇതിലൂടെ ഞാൻ ഒരുപാട് മെൻ്റലിസത്തിൻ്റെ കുറേ ബേസുകൾ പഠിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. ഏതാണ്ട് 328ഓളം പേജുകളുള്ള ഒരു ബുക്കാണ്. ഞാൻ തരാം, തീർച്ചയായിട്ടും പരിശോധിക്കാം. കാർഡുണ്ട്, മറ്റൊരു കാര്യമൊന്നുമില്ല, പേജുകൾ നോക്കാം. ഓക്കെ, ഞാൻ ഈ പുസ്തകം ജസ്റ്റ് ഇതുപോലെ ഡ്രിഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ചിട്ട് മാഡം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ നിർത്തും. റെഡിയാണോ? ഓക്കെ, മൈക്ക് പിടിച്ചോളൂ. മാഡത്തിന് ചെറിയൊരു സംശയം ഉണ്ടെന്നാലും ഉറപ്പുള്ള മനസ്സാണ്. ഒരിക്കലും ഒരു കാര്യം തീരുമാനമെടുത്താൽ ഒരിക്കലും മാറ്റില്ല. മാഡം ഒരു പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, മാഡത്തിനും അറിയില്ല. ഒരു കാർഡ് വെച്ചിട്ട് മാർക്ക് ചെയ്തു, ജസ്റ്റ് അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡി? ഞാൻ ഈ പേജ് ജസ്റ്റ് ഞാൻ കാണാത്ത രീതിയിൽ മാഡത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരാം. മാഡം അതിനകത്ത് പേജ് നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു വേർഡ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേർഡ് മനസ്സിൽ നിന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, കാണാതെ വേണം. ഭയങ്കര കൺഫ്യൂഷനാട്ടാ, എനിക്ക് പേജ് നമ്പർ കൺഫ്യൂഷനാണ്. എന്തൊക്കെയുണ്ട്, ഒരു വേർഡ് കംപ്ലീറ്റ് പുസ്തകം മൊത്തം വായിക്കാനുള്ള പരിപാടി ഞാൻ വിട്ടുകൊടുത്തു. എന്തായാലും ഈ പുസ്തകം നിങ്ങളെ എന്തായാലും ഈ പുസ്തകം നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി തരും. ജിമ്മേറ്റാണ്, അതിന്റെ സ്വാതന്ത്ര്യം കാണിക്കുകയാണ്, വേറെ ഒന്നും വിചാരിക്കട്ടെ. എക്സ്ക്യൂസ് മീ, എന്തായാലും പരിശോധിക്കാതെ. ഓക്കെ, പേജ് നമ്പർ നിങ്ങളുടെ മൈൻഡിലാണ്, അതുപോലെ വേർഡ്സ് നിങ്ങളുടെ മൈൻഡിലാണ്. ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കിത് അറിയാമായിരിക്കും, എന്തെങ്കിലും സൂത്രം കാണിച്ചിട്ടുണ്ടാവും, ഒക്കെ സംഭവിക്കാം. ഷുവർ, ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കേണ്ടതുണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കാനുണ്ട്. ഒന്ന് ക്ഷമിച്ചൂടെ? ഓക്കെ, റൈറ്റ്. ഇനി പുസ്തകം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ഏത് കയ്യിലാണ്? മെത്തൽ കയ്യിലിരിക്കുക. ഒരിക്കലും ഇനി മറിച്ച് നോക്കണ്ട, ഇനി ഞാൻ പറയാം, അപ്പോൾ മറിച്ച് നോക്കിയാൽ. ഓക്കെ, റൈറ്റ്, പിടിച്ചോളാം. മാഡത്തിന് ആ പേജ് നമ്പർ മാഡത്തിൻ്റെ മൈൻഡിലുണ്ട്? ഷുവർ. ഓക്കെ, ഇത് പിടിച്ചോളൂ. പുസ്തകം ഞാൻ എന്തായാലും പരിശോധിക്കാൻ തരും. പേജ് നമ്പർ ഞാൻ കാണാതെ, എൻ്റെ ഓഡിയൻസ് കാണാതെ, മാഡം ഞാൻ ആദ്യം സെൻട്രൽ ലൈൻ, അതുപോലെ ലൈൻ ഇട്ടോ.
ഇനി ഞാൻ കാണാതെ ഒരിക്കലും എനിക്ക് മനസ്സിലാകാത്ത രീതിയിൽ അങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ ഓഡിയൻസും കാണരുത്. പേജ് നമ്പർ നോട്ട് ചെയ്തോളൂ. എൻ്റെ ഓഡിയൻസും കാണണ്ട, മേഡം മാത്രം കാണുന്ന രീതിയിൽ അങ്ങോട്ട് നിന്നോളൂ. പേജ് നമ്പർ അങ്ങോട്ട് ഫസ്റ്റ് ഇതിൽ ഏറ്റവും ബോൾഡായിട്ട് എഴുതിക്കോളൂ. ദൂരെയുള്ള ഓഡിയൻസിന് പോലും കാണിച്ചു കൊടുത്താൽ മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ, ഓഡിയൻസ് കാണാത്ത രീതിയിൽ, ഞാനും കാണാത്ത രീതിയിൽ മേഡം പേജ് നമ്പർ എഴുതിക്കോളൂ. എഴുതിയോ? ഫസ്റ്റ് പാർട്ടിൽ പേജ് നമ്പർ എഴുതിയിരിക്കണം. സെക്കൻഡ് പാർട്ടിൽ അതിനകത്തുനിന്ന് എന്തോ ഒരു വേർഡ് മാഡം പിക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, മൈൻഡിലൊന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് ഏതോ ഒരു വേർഡ്. ആ വേർഡ് എഴുതിക്കോളൂ. സെക്കൻഡ് പാർട്ടിൽ ബോൾഡായിട്ട് എഴുതിക്കോളൂ. എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ട് നിന്നോളൂ. ഇങ്ങനെ പിടിച്ചോളൂ. ഒരിക്കലും ഞാൻ കാണാത്ത രീതിയിൽ, ഞാൻ കാണാൻ വേണ്ടി പല കളത്തരം ചെയ്യും. അല്ല, ഇങ്ങനെ പിടിച്ചോളൂ. ഇങ്ങനെ പിടിച്ചാൽ കാണും. ഷുവർ. ഓക്കെ. എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. ഞാനൊരു പാട്ട് പാടാം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. ആ പാട്ട് കേട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ മാഡത്തിൻ്റെ പേജ് നമ്പർ വേറെ എഴുതിയിട്ടുണ്ട്, ഒരു വേർഡും എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആ പേജ് നമ്പറിൻ്റെ ഫസ്റ്റ് നമ്പർ ഒന്ന് മൈൻഡിലൊന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. ഫസ്റ്റ് ഡിജിറ്റ് മാത്രം മൈൻഡിലൊന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, ഷുവർ. മാഡം 1 മുതൽ 9 വരെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത്. 1 മുതൽ 9 വരെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യും. 1 2 3 4 5. റിലാക്സ്. ഓക്കെ, സെക്കൻഡ് നമ്പർ മൈൻഡിലൊന്ന് റിപ്പീറ്റ് ചെയ്തോളൂ. സെക്കൻഡ് നമ്പർ മാത്രം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, 1 മുതൽ 9 വരെ ഒന്ന് കൗണ്ട് ചെയ്തോളൂ. 1 മുതൽ 9 വരെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തോളൂ. 1 മുതൽ 9 വരെ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തോളൂ. 1 2 3 4 5 6 7 8 9. നേരത്തെ ചെയ്ത പോലെ 1 2 3 അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 1 2 3 4. റിലാക്സ്. തേർഡ് നമ്പർ ജസ്റ്റ് മൈൻഡിലൊന്ന്. ഓക്കെ, 1 മുതൽ 9 വരെ ഒന്ന് കൗണ്ട് ചെയ്തു. 1 2 3 4 5 6 7 8 9. സ്ലോവല്ലോ. 1 2 3 4 5 6 7 8 9. ഓക്കെ, റിലാക്സ്. ഓക്കെ, ഞാൻ കാണരുത്. എനിക്ക് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ആ പേജ് നമ്പർ ഇവിടെ എഴുതാൻ പോവാണ്. കാണാവോ? ഓഡിയൻസിന് കാണാവോ? 3 ഡിജിറ്റുള്ള നമ്പറാണ്. ആദ്യത്തെ നമ്പർ ഒരു ഒറ്റസംഖ്യയാണ്. ഓഡ് നമ്പർ, ഇവൻ നമ്പറാണ് ഓഡ് നമ്പർ. സെക്കൻഡ് നമ്പർ ഓഡ് നമ്പർ. ലാസ്റ്റ് നമ്പർ ഓഡ് നമ്പർ. ഇത് നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള വേർഡ് ജസ്റ്റ് മൈൻഡ് നല്ലപോലെ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരാണ്. എന്തെങ്കിലും ഒരു ഫീലിങ്സ് ആണ്. നോ. ടൈമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വേണം. ടൈമുമായി ബന്ധപ്പെട്ട 2 വേർഡുകൾ കണക്റ്റഡാണ്. സിംഗിൾ വേർഡ്. രാത്രി പകല് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വേർഡാണ്. മാഡം എഴുതിയതൊന്ന് കാണിച്ചു, ഓഡിയൻസിനെ കാണിച്ചു. 137 ന്യൂ. പക്ഷെ ഞാൻ കണക്ട് ചെയ്തത് ലൈറ്റായി. മാഡം ന്യൂ ആണ്. ഉച്ചയും രാത്രിയും വ്യത്യാസം നമുക്ക് നോക്കാം. ആ പേജിനകത്ത് ന്യൂ നൈറ്റാണ്. ഇത് തെറ്റിക്കണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. പേജില്ല, കീഴുള്ളത് പറയരുത്. നേരം സെലക്ട് ചെയ്ത് പേജാണ്. ഞാൻ കീഴില്ല. ആരെങ്കിലും കണ്ടോ? ഞാൻ കീഴുന്നു ഇല്ല. എവിടെയെങ്കിലും ഉണ്ടാവില്ല.
എവിടെയെങ്കിലും ചെക്ക് ചെയ്തു, വേണമെങ്കിൽ എല്ലാം ചെക്ക് ചെയ്തു. കഴിച്ചാൽ നിങ്ങൾ കണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അത് നേരത്തെ എന്തോ കളറിലാണ് ആ കളറിനെ കാട്ടിയിട്ട് മേഡം കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. പക്ഷെ അതിന് മുന്നേ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മേഡത്തിൻ്റെ കയ്യിൽ ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഏൽപ്പിക്കാൻ സാധിക്കും. അതൊന്ന് കളക്ട്. അത് ന്യൂണാണോ നൈറ്റാണോ എന്ന് നോക്കുക. ജസ്റ്റ് നോക്കാൻ ചെയ്തു. ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളക്ട് ചെയ്യുക. എന്താ അതിലേക്കിരിക്കുന്നത്? മേഡം സെലക്ട് ചെയ്ത പേജ് അത് തന്നെയല്ലേ? മേഡത്തിന് കൈകരിക്കാൻ പറ്റും, എഴുതിക്കാൻ പറ്റും. എന്തോ ഓക്കെ. ഇത് എന്തുകൊണ്ട് ന്യൂൺ കിട്ടിയെന്നുള്ളതാണ്. ന്യൂൺ അപ്പം അതിലേക്കാണ് കിടക്കുന്നത്. ഈ ഷോ വീണ്ടും തുടരുകയാണ്. സോ ഒരാൾ ശ്രദ്ധാഞ്ജലി ശ്രദ്ധാഞ്ജലി. കൊടുക്കാൻ പറ്റും. നമുക്കൊരു ഡാൻസ് ചെയ്യാം എല്ലാവരും കൂടി. നമുക്ക് അടുത്തൊരു ഫ്രീ ഡാൻസ്. എന്തെങ്കിലും സൂത്രപ്പണികളോ? ഒരു പേജ് കയറിയിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത പേജാണ് കയറിയത്. 137 പോലെയുള്ള സെമിലിയർ ആയിട്ടുള്ള വേറെ പേജുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. സെലക്ട് ചെയ്യാൻ എന്തോ ഒരു സംതിങ് തോന്നിയില്ലേ, റോങ് തോന്നിയില്ലേ? അത് ഇവിടെ ഇവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുക. ശരി, ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, നിങ്ങളാണ് ഇനി മൈൻഡ് റീഡ് ചെയ്യാൻ പോകുന്നത്. വേണം ഇവരെ മൈൻഡ് റീഡ് ചെയ്യാൻ പോകും. പറ്റുമോ? നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങൾ ഈ പുസ്തകം എടുത്തോ. കുഴപ്പമില്ല, അതൊന്നും വിഷയമല്ല. എക്കോ പ്രോബ്ലം എക്കോ കാണികൾക്ക് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. നമുക്കത് പ്രശ്നമല്ല. മനസ്സിലാവുന്നില്ല? ഓക്കെ, മേഡം കുറച്ച് നേരം റിലാക്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും. ഒറ്റ ആൾ വരും ഹെൽപ്പ് ചെയ്യാൻ. മേഡം അവിടെ പോയിട്ട് റിലാക്സ് ചെയ്തോളൂ. നെക്സ്റ്റ് ഒരു പേഴ്സൺ. ആരാണ് ഒരാൾ കൂടെ വരുന്നത്? ഞാൻ തന്നെ വരണോ? ആ സാറ് വന്നോളൂ, കുഴപ്പമില്ല. ഓക്കെ, അതിൽ ഒരു സിംഗിൾ വേർഡ്, ഒരു 8-10 ലെറ്ററുള്ള സിംഗിൾ വേർഡ് സാർ ഒരു സിംഗിൾ വേർഡ് ഒരു 8-10 ലെറ്ററുള്ള ലക്ഷക്കണക്കിന് വേർഡുകളുടെ അവസരം സിംഗിൾ സിംഗിൾ വേർഡ് സെലക്ട്.
കളക്ട് ചെയ്യും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരൊറ്റ ഒരു സിംഗിൾ നുണയില്ല. മനസ്സിലായി? ഞാൻ എന്നോട് പറയണ്ട, ആരാ എന്താണെന്ന് അറിയില്ല. സിംഗിൾ പുതുവത്സരം ആവാറായിട്ടോ? ന്യൂ ഇയർ ആവാറായി എന്നറിയാം. മനസ്സിൽ വിചാരിച്ചാൽ അതിൽ ഒരു ചെറിയ കുറച്ചുകൂടെ നോക്ക്. ന്യൂ ഇയർ ആവറായിട്ടോ? 20 മിനിറ്റ് മാത്രം പുതുവത്സരത്തിലേക്ക്. സാറിന് ആ വേർഡ് മനസ്സിലാവുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ ആലോചിച്ചു. സാറിന് മനസ്സിലാകുന്നത് അത് വ്യക്തമായിട്ട് ആലോചിച്ചു. സാറ് ആ വേർഡ് നിങ്ങൾക്ക് കിട്ടണമെന്നാണ് ആലോചിച്ചു പറയുന്നത്. മനസ്സിലാക്കണം. ഈ സാറ് ആ ഫസ്റ്റ് ലെറ്റർ സാറിന് ലഭിക്കണം, മനസ്സിലേക്ക് കിട്ടണമെന്ന് നിലവിടുന്ന ആഗ്രഹിക്കുന്നു. സാറ് മനസ്സിലേക്ക് ഓടുന്ന ഏത് ലെറ്ററാണ് അത് അതിനകത്ത് എന്താണോ ഏത് ലെറ്ററാണോ കിഡ്നാപ്പിംഗിലാണ് വേർഡ്. ഒരു ആക്ഷനാണ് ഇവിടെ നടന്നിട്ടില്ല. അങ്ങനെയാണ് അതൊരു മോശമായ പ്രവൃത്തിയാണ്. സാർ മനസ്സിലെന്താ തോന്നുന്നു? പുസ്തകം ഒന്ന് എഴുതി വെച്ചു. സാർ മനസ്സിലെന്താ തോന്നുന്നു? ഒന്ന് എഴുതി. സാർ സാർ
ഇനി അടുത്ത പ്രോഗ്രാമുകളാണ്. ഡാൻസ് 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 ഒരു എല്ലാവർക്കും കൂടി മൊത്തം ടോട്ടൽ ഡാൻസ്. നമ്മൾ ഹിപ്നോട്ടിക് മെക്കാനിസത്തിലേക്ക് കടക്കുന്നുണ്ട്. പക്ഷേ